കാരുണ്യത്തിന്റെ വെള്ളി വെളിച്ചം. ഒരിടയശ്രേഷ്ഠന്റെ ജൈത്രയാത്ര. നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി ജീവനർപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 10:11. ഒരു യഥാർത്ഥ ഇടയൻ ആരാണെന്ന ചോദ്യത്തിന് തിരുവചനം നൽകിയ ഏറ്റവും സുന്ദരമായ ഉത്തരമാണ് ഈ തിരുവചനം. അധികാരത്തിന്റെ ചെങ്കോലേന്തിയല്ല, മറിച്ച് സ്നേഹത്തിന്റെ മുഖമുദ്രയുമായി അജഗണങ്ങളുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറിയ ഒരിടയ ശ്രേഷ്ഠൻ. സിംഹാസനങ്ങളുടെ ആഡംബരങ്ങളിലല്ല, മറിച്ച് അൾത്താരയുടെ വിശുദ്ധിയിലും ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിലുമാണ് തന്റെ നിയോഗമെന്ന് ലോകത്തിന് കാണിച്ചു തന്ന സഭാധ്യക്ഷൻ. അതെ, വിനയത്തിന്റെ നറുപുഞ്ചിരി കൊണ്ട് ലോകത്തെ കീഴടക്കുന്ന, കർമ്മധീരത കൊണ്ട് സഭയെ നയിക്കുന്ന മലങ്കരയുടെ മഹിതാചാര്യൻ മോറാൻ മോർ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ. അത്യഭിമന്യ പിതാവിൻ്റെ ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷയുടെ 25 വർഷങ്ങൾ തികയുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ആ മെത്രാഭിഷേക രജത ജൂബിലിയുടെ പുണ്യശോഭയിലേക്ക് നമുക്ക് ആദരവോടെ വീക്ഷിക്കാം. ഇത് ഒരു വ്യക്തിയുടെ മാത്രം ജീവിത കഥയല്ല, മറിച്ച് മലങ്കര മണ്ണിലേക്കുള്ള ദൈവകൃപയുടെ അനന്തമായ പ്രവാഹത്തിന്റെ മഹദ്ഗാഥയാണ്. ദൈവവിളിയുടെ നാൾ വഴികൾ. മുക്കൂറിലെ ഗ്രാമീണതയുടെ പ്രശാന്തതയിൽ നിന്ന് ബലിപീഠത്തിലേക്ക്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവഹിതത്താൽ ഇഴനെയ്യപ്പെട്ട ഒരു കനകകാവ്യമാണ് ആ ജീവിതയാത്രയെന്ന് വ്യക്തമാകും. 1959 ജൂൺ 15 പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള മുക്കൂർ എന്ന ശാന്തസുന്ദരമായ ഗ്രാമത്തിലാണ് ആത്മീയതയുടെ ഈ പ്രകാശഗോപുരം ജനിച്ചത്. പ്രാർത്ഥനയുടെ സുഗന്ധം നിറഞ്ഞ ഒരു ഭവനത്തിന്റെ അകത്തളങ്ങളിൽ മാതാപിതാക്കളുടെ വാത്സല്യത്തിൽ ഐസക് തോട്ടുങ്കൽ എന്ന ബാലൻ ആത്മീയതയുടെ ആദ്യ പാഠങ്ങൾ ഹൃദിസ്ഥമാക്കി. പള്ളിമണിയുടെ നാദവും അൾത്താരയിലെ മെഴുകുതിരി വെളിച്ചവും ആ കുഞ്ഞു മനസ്സിൽ ദൈവസ്നേഹത്തിന്റെ വിത്തുപാകി. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. യെശയ്യാ 43:1. ഒരു മന്ദമാരുതനെ പോലെ ദൈവത്തിന്റെ ആ സ്വരം കടന്നു വന്നപ്പോൾ ലൗകികമായ ആഗ്രഹങ്ങളുടെ തിരശീല നീക്കി ആത്മീയതയുടെ വിശാലമായ ചക്രവാളത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ ചുവടുവെച്ചു. യൗവനത്തിന്റെ സ്വപ്നങ്ങൾ ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ആ വിളി ഏറ്റുവാങ്ങിയപ്പോൾ അത് മലങ്കര സഭയുടെ ചരിത്രത്തെ പ്രകാശപൂർണമാക്കാൻ പോകുന്ന ഒരു യുഗപുരുഷന്റെ പിറവിയായിരുന്നു. ജ്ഞാനത്തിന്റെ പുണ്യതീർത്ഥവും പൗരോഹിത്യത്തിന്റെ അഭിഷേകവും പകർന്നു നൽകിയ സെമിനാരികളുടെ ശാന്തമായ ഇടനാഴികളിലായിരുന്നു അഭിമന്യ പിതാവിന്റെ ആത്മീയ പാകതയ്ക്കായുള്ള പരിശീലനം. തിരുവല്ല മൈനർ സെമിനാരിയിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ആലുവ മംഗലപ്പുഴ സെയിന്റ് ജോസഫ്സ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദവും പൂനെ പേപ്പൽ സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്ര ബിരുദവും അദ്ദേഹം കരസ്ഥമാക്കി. സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരി പോലെ സ്വയം സമർപ്പിക്കാൻ അഭ്യസിച്ച ആ ജീവിതത്തിലേക്ക് 1986 ജൂൺ 11 പൗരോഹിത്യത്തിന്റെ വലിയ അഭിഷേകം കടന്നുവന്നു. ഒരു പുരോഹിതനായി മാറിയ അദ്ദേഹം പഠനയാത്ര തുടർന്നു. ബാംഗ്ലൂർ ധർമാരാം കോളേജിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും 1997 റോമിലെ ആഞ്ചലിക്കം സർവകലാശാലയിൽ നിന്ന് സഭൈക്യ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും സ്വന്തമാക്കി. കേരളത്തിന്റെ അതിരുകൾ കടന്ന് ആഗോള വീക്ഷണങ്ങളിലേക്ക് ആ മനസ്സ് വളരുകയായിരുന്നു. സാരഥ്യത്തിന്റെ സുവർണാധ്യായങ്ങൾ.
തിരികെ കേരളത്തിലെത്തിയ അദ്ദേഹം ബത്തേരി രൂപതയുടെ വികാരി ജനറലായി സേവനമനുഷ്ഠിക്കവെയാണ് ദൈവത്തിൻ്റെ വലിയൊരു നിയോഗം തേടിയെത്തുന്നത്. 2001 ജൂൺ 18 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ തിരുവനന്തപുരം രൂപതയുടെ സഹായമെത്രാനായി നിയമിച്ചു. തുടർന്ന് 2001 ഓഗസ്റ്റ് 15 മാർ ക്ലീമിസ് എന്ന നാമത്തിൽ എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഒരു പുരോഹിത ഹൃദയം, ഒരു മഹാജനതയുടെ കാവലാളായി നിയോഗിക്കപ്പെട്ട പുണ്യനിമിഷമായിരുന്നു അത്. അവിടെ നിന്ന് മലങ്കര കത്തോലിക്ക സഭയുടെ അത്യുന്നത പീഠത്തിലേക്കുള്ള പ്രയാണം വിസ്മയകരമായിരുന്നു. 2003 ഒക്ടോബർ 2 തിരുവല്ല രൂപതയുടെ മെത്രാനായി ചുമതലയേറ്റു. 2006 ജൂൺ 10 തിരുവല്ല അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു. 2007 ഫെബ്രുവരി 10 മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2007 മാർച്ച് 5 മാർ ബസേലിയോസ് ക്ലീമീസ് എന്ന നാമത്തിൽ സഭയുടെ രണ്ടാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി അഭിഷിക്തനായി. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനുമായിരിക്കട്ടെ എന്ന തിരുവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ പിതാവിനെ തേടി 2012 ഒക്ടോബർ 24 ആഗോള സഭയിലെ അത്യുന്നത ബഹുമതിയായ കർദിനാൾ പദവി പ്രഖ്യാപിക്കപ്പെട്ടു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായിൽ നിന്ന് നവംബർ 24 ആ സ്ഥാനവസ്ത്രങ്ങൾ സ്വീകരിക്കുമ്പോൾ വത്തിക്കാന്റെ തിരുമുറ്റത്ത് അത് ഭാരതീയ ക്രൈസ്തവ ആത്മീയതയുടെ അഭിമാനമായി മാറി. കേരള ഭാരത കത്തോലിക്ക മെത്രാൻ സമിതികളുടെ അമരക്കാരനായി പലപ്പോഴായി മാറിയപ്പോൾ ജാതിമതഭേദമന്യേ ഒരു ജനതയുടെ ആധികാരിക ശബ്ദമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സഭയുടെ ഐക്യത്തിനും രാജ്യത്തിൻ്റെ സമാധാനത്തിനുമായി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പ്രവാചക തുല്യമായ തിളക്കമുള്ളവയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നതുപോലെ പൗരോഹിത്യമെന്നത് യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ്. പാവപ്പെട്ടവന്റെ കണ്ണീരിൽ ക്രിസ്തുവിനെ ദർശിച്ച പിതാവ് കാരുണ്യമെന്നത് വെറുമൊരു വാക്കല്ല, പ്രവൃത്തിയാണെന്ന് തെളിയിച്ചു. അശരണർക്ക് തണലൊരുക്കുന്ന സ്നേഹ വീടുകളായും വിശക്കുന്നവനപ്പമായും ആ സ്നേഹമൊഴുകി. മലങ്കര സഭയുടെ നവോത്ഥാന നായകനായ ധന്യന്മാർ ഈവാനിയോസ് പിതാവ് പടുത്തുയർത്തിയ ബഥനി സന്യാസിനി സമൂഹത്തോട് അങ്ങേക്കുള്ള ആഴമേറിയ ആത്മബന്ധം ഈ ശുഭവേളയിൽ ബഥനി മക്കൾ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു. ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ ആത്മീയ വളർച്ചയിലും കർമ്മപഥങ്ങളിലും ഒരു സ്നേഹപിതാവിൻ്റെ കരുതലോടെ ഒപ്പമായിരിക്കുന്നതിനും അങ്ങ് നൽകുന്ന വാത്സല്യത്തിനും ബഥനി കുടുംബം കൃതജ്ഞതയുടെ കരങ്ങൾ കൂപ്പുന്നു. പ്രാർത്ഥനാപൂർവം ബഥനിയുടെ ആശംസകൾ. മെത്രാഭിഷേകത്തിൻ്റെ ഈ രജത ജൂബിലി വേളയിൽ ബഥനി സന്യാസിനി സമൂഹം ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്ലീമിസ് പിതാവിന് സ്നേഹാദരങ്ങളോടെ പ്രാർത്ഥനാശംസകൾ നേരുന്നു. പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും അലയടികൾ ഉയരുന്ന ബഥനിയുടെ സ്വർഗീയ അന്തരീക്ഷത്തിൽ നിന്ന് പിതാവിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനുമായി ദൈവത്തിരുമുൻപിൽ പ്രാർത്ഥനാമലരുകൾ അർപ്പിക്കുന്നു. അഭിവന്യ പിതാവിൻ്റെ പാവനമായ കരങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുന്ന ബഥനി എന്നും പിതാവിൻ്റെ ആത്മീയ യാത്രയിൽ പ്രാർത്ഥനാപൂർവം കൂടെയുണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. കാലപ്രവാഹത്തിൽ ഇരുളിൽ വഴികാട്ടിയായും വെയിലിൽ തണലായും മാറിയ അങ്ങയുടെ വാക്കുകൾ ഇനിയും ഞങ്ങൾക്ക് വഴികാട്ടിയാവട്ടെ. ആയുസ്സും ആരോഗ്യവും നൽകി സർവശക്തൻ അങ്ങയെ ഇനിയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം ആദരപൂർവം മെത്രാഭിഷേക രജത ജൂബിലി ആശംസകൾ.